ഉസ്താദന്മാർക്ക്. ഈ കൊടകിലേതാ ഇവിടെ പ്രിയപ്പെട്ട നമ്മുടെ ഉസ്താദന്മാര്, ഈ പ്രിയപ്പെട്ട ഇവിടുത്തെ ഈ നാട്ടുകാർക്ക് ഷംസുലുലമ കഴിഞ്ഞതിന്റെ അപ്പുറത്തേക്ക് വേറെ ആളുകളുള്ളൂ. സമസ്തയും ബഹുമാനപ്പെട്ട ഷംസുലുമായി തങ്ങളും അത് വല്ലാത്തൊരു സ്നേഹോഷ്മളമാണ്. ബഹുമാനപ്പെട്ട ഷംസുലുമയോടുള്ള വല്ലാത്തൊരു സ്നേഹമാണ്. കാരണം ഇവിടെ ഈ പ്രദേശത്ത് ഒരു പാകിസ്ഥാനിൽ പോയിട്ടൊരാള് ജോലിക്ക് പോയി, അവിടുന്ന് ഷിയായിസം അദ്ദേഹം പഠിച്ചു വന്നു. അങ്ങനെ ഇവിടെയുള്ള കമ്മിറ്റിയിൽ പള്ളിയിൽ അദ്ദേഹം ഷിയായിസം വളർത്താൻ ശ്രമിച്ചപ്പോ അങ്ങനെ ബഹുമാനപ്പെട്ട പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരോട് ഈ ചരിത്രം, ഇവിടുത്തെ സംഭവങ്ങൾ, ഇവിടുത്തെ മുഷാവറങ്ങൾ, ഇവിടുത്തെ പണ്ഡിതന്മാര് പതി ഉസ്താദിനോട് നേരിട്ട് പറയുകയും പതി ഉസ്താദ് ബഹുമാനപ്പെട്ട ഷംസുലുലമയോട് പറയും. ഷംസുലുലമ കണ്ട് വരികയും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ആ മനോഹരമായ വാക്കിലൂടെ ഖാതിമുൻ നബി, അവസാനത്തെ പ്രവാചകൻ അള്ളാഹുവിന്റെ റസൂലാണെന്ന് ഷംസുലുമായി തങ്ങള് സ്ഥാപിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത്രത്തോളം ഈ കൊടകിലെ ജനങ്ങൾക്ക് അന്നു മുതൽ ഷംസുലുമ തങ്ങളോടുള്ള ബന്ധമാണ്. ഈ ചരിത്രം വ്യക്തമാണ്. അപ്പൊ അൽഹംദുലില്ലാ നമ്മുടെ ഈ ഗ്രൗണ്ടിന് മറ്റൊരു ചരിത്രം കൂടി പറയാനുള്ളത്, ബഹുമാനപ്പെട്ട കാലത്തിന്റെ ആവേശം, ഉമ്മത്തിന്റെ ആവേശം, ആദർശത്തിന്റെ ആവേശം, നമ്മളെല്ലാവരും ഒരു ചൂണ്ടുവിരലിന്റെ തണലിൽ നിൽക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ജിഫിരി മുത്തുക്കോയത്തങ്ങൾ ഈ മടിക്കേരിയിലെ ഈ ഗാന്ധി മൈതാനത്തിൽ ഇൻഷാ അല്ലാഹ് ഈ വരുന്ന 29-ന് വരെയാണ്. അപ്പൊ അതിന് തടിച്ചു കൂടിയിട്ട് നമ്മുടെ യാത്രയുമായി മനുഷ്യനെ തേടി മണ്ണിനെ തേടിയുള്ള ഈ മനോഹരമായ നമ്മുടെ കാശ്മീർ യാത്രയിൽ, സമസ്ത 100-ാം വാർഷിക പ്രചരണ യാത്രയിൽ അൽഹംദുലില്ലാ ഇവിടുത്തെ പ്രിയപ്പെട്ട ഉസ്താദുമാരുണ്ട്. അതപകേടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കൽ. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഫൈസി ഉസ്താദ്, ഉമർ ഫൈസി ഉസ്താദ്, ഇക്ബാൽ ഫൈസി ഉസ്താദ്, അതുപോലെ തന്നെ അമീദ് ഫൈസി ഉസ്താദ്, നമ്മളെ സി എം ഉസ്താദ് നമ്മുടെ ഇവിടെ അറിയപ്പെടുന്നത്, ബഹുമാനപ്പെട്ട സി എം ഉസ്താദ് അടക്കമുള്ള ഈ വേദിയാണ്. അൽഹംദുലില്ലാ